ഇനി നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കഴിവ് കണ്ണാടി അല്ല ഫോൺ നോക്കിയിട്ട് ഞാൻ അതൊക്കെ ചെയ്യണം. ഒരു ആവറേജ് അടിപൊളിയായിട്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് ആരും അത് മേടിക്കരുത്, കാരണം ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളില്ല. നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ കറക്കും ഇട്ടാലേ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ടിട്ടിട്ട് ഇന്ന് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ വീഡിയോ ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ബൈ ഗൈസ്. അപ്പോൾ ഞാനിതാ കുളിച്ച് വന്നു. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ മാറാനുണ്ട്. ഡ്രസ്സൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഇതാണ് സൺസ്ക്രീൻ ഇടാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയി വന്നത്, അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഇട്ടണത്. സൺസ്ക്രീൻ ഇടാം. പിന്നെ സൺസ്ക്രീൻ ഇനി നമ്മൾക്ക് ഫേസ് സ്റ്റാൻഡേർഡ് കൺസീലറാണിത് അല്ലേ? അതെ, അങ്ങനെ കളർ കറക്റ്ററൊന്നും യൂസ് ചെയ്യാറില്ല. അതിന് പകരം കൺസീലറാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതാ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചേ ഉള്ളൂ. ഞാൻ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാറ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഫോട്ടോഷൂട്ട് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് എടുക്കാമെന്നോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലം ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം എന്നൊക്കെ. പക്ഷേ ഇന്നാണ് എനിക്കൊന്നും പറ്റിയത്. ഞങ്ങൾ ഒരു പ്രാവശ്യം തിരൂർ പോയപ്പോൾ അവിടുത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അന്ന് ലൈറ്റിൻ്റെ പ്രശ്നം, മഴയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്തായാലും വിചാരിച്ച പോലെ ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് നല്ല കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു പിമ്പിൾ ഉണ്ട്. എന്താ കാട്ടിക്കറിയില്ല, എപ്പോഴാണ് പൊട്ടിയത്. വിണ്ണിൽ നാമോ ഇതിൻ്റെ മേക്കപ്പ് പൗച്ചാണ്. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയറിയോ? ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാട്ടോ. ഇതിലൊരു ലിപ്സ്റ്റിക്കിൻ്റെ സാധനം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ബ്ലഷ് എടുത്തിട്ട് കണ്ണിൻ്റെ മേലൊക്കെ ഇടും. ഇതാണ് എൻ്റെ ബ്ലഷ്. ഞാൻ ചേച്ചി ദുബായിൽ നിന്ന് കൊടുത്തതാണ്. സുഖി തരുന്ന ഏതാണ് ബ്രാൻഡ് എന്നൊന്നും ഇതിൻ്റെ പേരൊന്നും കാണില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബ്ലഷ്. നമ്മളിങ്ങനെ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ ചുവക്കും. നാച്ചുറൽ പോലെ തോന്നും. കണ്ടോ? ഫോണിൽ നോക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്യണത്. ലാസ്റ്റ് എന്താവും എനിക്കതിനെ അറിയില്ല. നെക്സ്റ്റ് നമ്മളുടെ ഹൈലൈറ്റർ. ഇതിപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഇത് ഞാൻ കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരു വേണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇനി സ്ട്രോപ്പ് ക്രീം ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടാൽ ഒരു അടിപൊളി ഫിനിഷിങ് കിട്ടും. കണ്ടോ?
ഇങ്ങനെ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണതാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ പെർഫെക്റ്റ് ആയിന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഹൗ ഇറ്റ് കൊള്ളാമോ പറയണേ. ഇപ്പം എനിക്കറിയാം അതിൽ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലിപ്പ് ലൈൻ ചെയ്യണത്. ലൈനറൊന്നും ഇല്ലേ? ഇനി നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഇതൊന്നും അത്ര ഓർഡറിൽ വെക്കണമല്ല. അതുകൊണ്ട് ഇത് സ്റ്റേജിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. കാരണം ഇതൊരു റെഡ് കളറാണ്. റെഡ് ഇടുമ്പോൾ നമ്മളുടെ മുഖമൊന്ന് ബ്രൈറ്റ് ആവും. ഞാൻ ഓൾറെഡി കുറച്ച് കറുത്തു. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ആശ്വസിക്കാറ്. അങ്ങനെ നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഇതിലൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ കുറച്ച് ഇത് സ്റ്റേജിൻ്റെ തന്നെയാണ്. ഞാൻ ഭയങ്കര തിളങ്ങുന്ന ചുണ്ടൊക്കെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇനി നമ്മൾ ഐയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഐ ഷാഡോനെ ഇതിൽ എടുത്തിട്ട് നമുക്ക് വെളിയിടാം. കുറച്ച് തിളക്കം മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. നമ്മൾ ഡ്രസ്സ് ഒരു പിങ്ക് കളറാണ്. സോ അതുകൊണ്ടാണ് ഞാനൊരു പിങ്ക് കളർ തന്നെ എടുത്തത്. ഓക്കെ, കഴിഞ്ഞാ ആയിന്ന് വിചാരിക്കുന്നു. ഫോണിൽ കാണുമ്പോൾ ആയി തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ചിങ്ങനെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ഇതിൽ. ഇതൊരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാട്ടുന്നത്. എനിക്ക് ഭ്രാന്താണ്. യെസ്, അപ്പം നമ്മളുടെ മേക്കപ്പിൽ അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞു. ഇതാണ് ഫേസ് സ്കാനറുടെ തന്നെ മസ്കാരയാണ്. ഓക്കെ, ഈ മസ്കാര അത്ര അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫേസ് സ്കാനറുടെ ഐലൈനർ എൻ്റെ കയ്യിലുണ്ട്. ദയവ് ചെയ്തിട്ട് ആരും അത് മേടിക്കണം. കാരണം ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളില്ല. നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ കറക്കും കേട്ടാൽ. നമുക്ക് ഐലൈനർ ജസ്റ്റ് ഐലൈനർ ഒന്ന് വിങ്സിട്ട് എൻ്റെ കഴിവേ കണ്ണാടി ഫോൺ നോക്കിയിട്ട് ഞാൻ അതൊക്കെ ചെയ്യണം. നമ്മളുടെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിതാ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഡ്രസ്സ്. ഇതൊരു ടൈപ്പ് ബോഡിക്കോണാണ്. ഞാനിത് എന്തായാലും ഇട്ടോക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ മേക്കപ്പിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജ് അടിപൊളിയായിട്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ ഹൈബ്രോ ചെയ്യാൻ ഞാൻ മറന്നതാണ് സത്യം പറഞ്ഞാൽ. ഹൈബ്രോ നമുക്ക് എന്ത് ചെയ്യാം? ഹൈബ്രോ ചെയ്യട്ടെ. ഹൈബ്രോ കൂടി ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് മാറാം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയാണ് ഇപ്പോൾ സമയം. ഞാനിതാ ഇന്ന് രാവിലെ പോയിട്ടാണ് ത്രെഡ് ചെയ്തത്. ഇവിടെ ആനമങ്ങാട് ഡിലൈറ്റ് പോയിട്ടാണ് ചെയ്തത്.
അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ഞാൻ എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി. കുറച്ച് ക്ലിപ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ വിചാരിച്ച പോലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഔട്ട് വരാൻ എനിക്കറിയില്ല. എന്തായാലും ബായ്. നമ്മളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. ബായ്. യെസ്, താങ്ക് യു. ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്. വെയിലാണ്, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു. വീഡിയോ എടുക്കണ സമയത്തത്തെ കുറച്ച് ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ 12-ാം തീയതിക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.